ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന്. വീഡിയോയിലേക്ക് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു എമ്പുരാൻ. എമ്പുരാൻ എന്ന ചിത്രം ഈ വരുന്ന ഉത്രാട ദിനത്തിലായിരിക്കും നമുക്ക് ഏഷ്യാനെറ്റിലൂടെ കാണാൻ വേണ്ടി സാധിക്കുക. ചിത്രം ഇരുന്ന സെപ്റ്റംബർ 4-ാം തീയതി ഏഷ്യാനെറ്റിലൂടെ സെക്കൻഡ് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. കാത്തിരിക്കാം. ഷർഫുദ്ദീൻ, സുരാജ്, സന്ദീപ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പടക്കളം. ചിത്രത്തിന് അത്യാവശ്യം ഒരു അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പടക്കളം എന്ന ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 4 ഉത്രാട ദിനത്തിലായിരിക്കും ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. കാത്തിരിക്കാം പടക്കളം എന്ന ചിത്രത്തിൻ്റെ TV പ്രീമിയറിനായി. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യൂസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു ബ്രൊമാൻസ്. ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ 5 തിരുവോണ ദിനത്തിലായിരിക്കും ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാം. ദിലീപ് നായകനെത്തിയ ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ചിത്രം ഈ വരുന്ന തിരുവോണ നാളിലായിരിക്കും ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോവുക. മോഹൻലാൽ, ശോഭന എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തി തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ റിലീസിനെത്തിയ ചിത്രമായിരുന്നു തുടരും. ചിത്രം മികച്ചൊരു വിജയമായിരുന്നു. ചിത്രം സെപ്റ്റംബർ 5 തിരുവോണ ദിനത്തിലായിരിക്കും ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യുക. നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമാ വാർത്തകളും കൂടുതൽ OTT അപ്ഡേഷനും കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ സിനിമാ വാർത്തകളുമായി കാണുന്നവരേവർക്കും ബൈ ബൈ, ടാറ്റാ.